മൈ ലോർഡ് മൈ CEO എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്നത് വിശ്വാസ ജീവിതത്തിന് സ്വർണത്തേക്കാൾ പ്രാധാന്യമേകിയ ഒരു വ്യക്തിയാണ്. ശ്രീ ജെയിംസ് മാളിയേക്കൽ. തൃശ്ശൂർ കിഴക്കേക്കോട്ട അന്ന ഫാഷൻ ജ്വല്ലറിയുടെ സ്ഥാപകനാണ് അദ്ദേഹം. വളരെ സന്തോഷത്തോടെ നമുക്ക് അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. ജെയിംസ് ചേട്ടൻ്റെ കുടുംബത്തെ കുറിച്ചിട്ടും നാടിനെ കുറിച്ചിട്ടൊക്കെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? എവിടെയാണ് താമസിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ? എൻ്റെ വീട് തൃശ്ശൂർ പുത്തൂരിനടുത്താണ്. നിങ്ങൾ അറിഞ്ഞിരിക്കും, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു സുവോളജിക്കൽ പാർക്കാണ് പുത്തൂർ വരുന്നത്. അപ്പോൾ പുത്തൂർ എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലം തന്നെയാണ്. അതിൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും കൂടിയിട്ട് ഞങ്ങൾ 8 മക്കളാണ്. ഞാൻ 7ാമത്തെ മകനാണ്. അതിൽ പിന്നെ ജീവിത പങ്കാളി 3 മക്കൾ. ജെയിംസ് ചേട്ടാ, ഈ സ്വർണ്ണ വ്യാപാര രംഗത്തേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം എങ്ങനെയാണ്? ഞാനൊരു 1993 കാലഘട്ടത്തിലാണ് ഈ സ്വർണ്ണ വിപണന രംഗത്തേക്ക് കടന്നു വന്നത്. ആദ്യമായി തന്നെ ഒരു സ്വർണ്ണ തൊഴിലാളിയുടെ കൂടെയായിരുന്നു ഞാൻ പോയിരുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ 1 വർഷം നിന്നു. പിന്നെ ഈ സ്വർണ്ണം ഷോപ്പുകളിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കൂടെ ഏകദേശം 2 വർഷത്തോളം ആളുടെ കൂടെ പോയി. അത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അങ്ങനെയാണ് ഞാനൊരു സ്വർണ്ണ വിപണന രംഗത്തേക്ക് കടന്നു വന്നത്. ഇപ്പോൾ ഒരു 10-25 വർഷത്തോളമായി ഇപ്പോൾ ഈ ഫീൽഡിൽ വന്നിട്ട് 25 വർഷത്തോളമായി ആയിട്ടുണ്ട്. പിന്നെ അത് സ്വന്തം തുടങ്ങാനായിട്ടുള്ള ഒരു ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ താഴത്തെ തട്ടിയിൽ നിന്നായിരുന്നു. അന്നത്തെ കാലഘട്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പച്ചനും അമ്മയ്ക്കും കൂടിയിട്ട് 8 മക്കൾ. അപ്പോൾ അന്നൊക്കെ എങ്ങനെയായാലും കഞ്ഞി കുടിക്കാൻ വരെ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് തുടങ്ങാനായിട്ടുള്ള മൂലധനമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ മൂലധനത്തിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് അപ്പച്ച അങ്ങനൊരു സംരംഭം തുടങ്ങണം എന്ന് പറഞ്ഞപ്പോൾ അപ്പൻ്റെ കയ്യിൽ ആകെയുള്ള മൂലധനം ഒരു 5 സെൻറ്റ് സ്ഥലവും ഒരു വീടാണ് ആകെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ പിന്നെ 2 സിസ്റ്റർമാരെ കല്യാണം കഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അപ്പച്ചൻ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ആകെ കൂടിയതുള്ളൂ, ഇനി നീ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ നിന്നെ വിശ്വസിച്ചിട്ട് ഈ സ്ഥലം ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു, നീ ഇത് എന്ത് വേണമെങ്കിലും ഇത് കൊണ്ടുപോയി ചെയ്തോളാം പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടൻ്റെ അടുത്ത് ഈ വീട് പണയം വയ്ക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അവിടെ നിന്ന് ഒരു 50,000 മേടിച്ചിട്ട് അതാണ് ഒരു മൂലധനം. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ദൈവത്തിൻ്റെ ഒരു കരമില്ലാതെ ഇതൊന്നും നടക്കില്ല. ഉള്ളിൽ അപ്പോഴും ദൈവമേ നീ എന്നെ കൈവിടരുത്, അപ്പച്ചൻ പറഞ്ഞൊക്കെ കേട്ടില്ല ഒരു മനസ്സിലുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് വിജയിക്കണം എന്നുള്ള മനസ്സിലും ദൈവത്തിൻ്റെ കൂട്ടുപിടിച്ചിട്ട് തന്നെയാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. അതെനിക്ക് ഭയങ്കര വിജയം തന്നെയാണ് തന്നിട്ടുള്ളത്. നവീകരണത്തിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം എന്താണ്? ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇപ്പോൾ 93 കാലഘട്ടത്തിൽ ഞാൻ ഒരാളുടെ അടുത്ത് പോയി. അത് കഴിഞ്ഞ് സംരംഭം തുടങ്ങുന്നത് ഒരു 95-96 കാലഘട്ടമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഒരു പച്ചപിടിച്ച് വരുന്നു. ആ പച്ചപിടിച്ച് വരുമ്പോഴാണ് ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തി വിവാഹം കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ സാധാരണ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള ഒരു സത്യക്രിസ്ത്യാനി, ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോവും, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് എല്ലാതുമായി ഇപ്പം അത്യാവശ്യം പണത്തിന് പോണായി, എല്ലാ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായി നടക്കണു. പക്ഷേ കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെ തന്നെ കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞപ്പോൾ റോസ്മീനെ ഈ നവീകരണത്തിലേക്ക് വരാനായിട്ടുള്ളൊരു കാര്യം പറയുമ്പോൾ ഒരാളെയും കൂടി പരിചയപ്പെടുത്തണം. എൻ്റെ ജീവിത പങ്കാളി എന്ന് പറഞ്ഞാൽ റോസ്മി ജീവിതത്തിൽ വന്നപ്പോഴാണ് കൂടുതൽ ഈശോയിലേക്ക് അടുക്കാനായിട്ടുള്ളൊരു പ്രചോദനം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ റോസ്മിയുടെ നിരന്തരമായിട്ടുള്ളൊരു അഭ്യർത്ഥന പ്രകാരം തന്നെ പറയാം, കുട്ടികളില്ല. അപ്പോൾ ലാസ്റ്റ് നമ്മൾ എല്ലായിടത്തും ഈ കേരളത്തിൽ എവിടെയൊക്കെ കുട്ടികളില്ലാത്തടത്തേക്കുള്ള ചികിത്സയുണ്ടോ അവിടെയുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും പോയിട്ടുണ്ട്. അത് ഏകദേശം ഒരു 7 കൊല്ലത്തോളം അലഞ്ഞു തിരിഞ്ഞിട്ടുണ്ട്. ഓരോരുത്തർ പറയും അത് അവിടെ നല്ലതാണ് ഇവിടെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് അവിടെ കുറേ പൈസ പോകുന്നല്ലാണ്ട് ഒന്നും ഉണ്ടായില്ല. അങ്ങനെ നമ്മൾ റോസ്മിയുടെ നിരന്തരം അഭ്യർത്ഥന പ്രകാരം ഞാൻ പറഞ്ഞല്ലോ, ധ്യാനത്തിന് പോയി. ആദ്യമായിട്ട് ഞങ്ങൾ ധ്യാനം കൂടുന്നത് ജെറുസലേമിലായിരുന്നു. അപ്പോൾ അത് തൃശ്ശൂർ ജെറുസലേം ധ്യാനകേന്ദ്രത്തിലാണ്. അപ്പോൾ ധ്യാനകേന്ദ്രത്തിൽ ആദ്യത്തെ ധ്യാനത്തിലൊന്നും എനിക്കൊരു എഫക്റ്റ് ഉണ്ടായില്ല. സാധാരണ പോയി ഒരു 5 ദിവസം പോയപ്പോൾ എന്തായാലും ചെറിയൊരു മാറ്റങ്ങൾ വന്നു. അങ്ങനെ തുടർച്ചയായിട്ട് പിന്നെ അതിലൊരു ചെറിയൊരു ബോധ്യം കിട്ടി.
നമ്മളിൽ എന്തൊക്കെ ഒരു കുറവുണ്ട് എന്നുള്ളൊരു ബോധ്യം കിട്ടി. അങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ ഒരു 6 മാസം കൂടുമ്പോൾ ഒരു ധ്യാനം എന്നുള്ള രീതിയിലേക്ക് കുറച്ച് നാൾ അങ്ങനെ ധ്യാനത്തിൽ ഫാമിലി ആയിട്ട് ഫാമിലി ആയിട്ട് തന്നെ ജീവിത പങ്കാളിയും ഞാനും അങ്ങനെ പോയിട്ട് നമുക്കൊരു മാറ്റം നമ്മളിലുള്ള കുറേ കുറവുകളുണ്ട്. നമുക്ക് ഈ പൈസ തന്നെയല്ല, നമ്മളിൽ ഒരുപാട് കുറവുകളുണ്ടെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാനായിട്ട് തുടങ്ങി. ഒരുപാട് ജീവിതത്തിൽ പല കാര്യങ്ങളും മാറ്റേണ്ടതായി വന്നു. അപ്പോൾ അതൊക്കെ മാറ്റി ദൈവത്തിൻ്റെ മുന്നിൽ അത് മരുന്നിനൊന്നും. അപ്പോൾ ഇത് പറയുമ്പോൾ എനിക്കൊരു വചനം എൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 12-ാം വാക്യം. കർത്താവേ, മരുന്നോ ലേപനോ ഔഷധമല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്നത് അങ്ങയുടെ വചനമാണെന്നുള്ള വചനം. അത് വന്നപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന എല്ലാ കാര്യങ്ങളും നിർത്തി. ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ പരിപൂർണമായിട്ട് സറണ്ടറായി. അതായത് എൻ്റെ കഴിവുകൊണ്ട് ഒന്നും സംഭവിക്കുകയില്ല ഇതിൽ. അതായത് ഇപ്പോൾ കുറേ നമ്മൾക്ക് വേണമെങ്കിൽ ഓരോരുത്തരും പറയും, നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നല്ല ട്രീറ്റ്മെൻറ്റാണ്, ഇപ്പുറത്ത് പോയാൽ നല്ല ട്രീറ്റ്മെൻറ്റാണെന്ന് പറഞ്ഞിട്ട് എല്ലാ ഹോസ്പിറ്റലുകളും പോയി. അതിനൊന്നും രക്ഷയുണ്ടായില്ല. ദൈവത്തിൻ്റെ മുന്നിൽ കൈ പൊന്തിച്ച് സറണ്ടറായി എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് തൊട്ട് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ധ്യാനങ്ങൾ കുറച്ചുകൂടി കൂടാൻ കഴിഞ്ഞു. നമ്മളെ തന്നെ ഒരു പുനർക്രമീകരണം നടത്തി. ജീവിതത്തിലായാലും എല്ലാ കാര്യങ്ങളും കുറച്ച് മാറ്റം വരണം. ബൈബിൾ വായിക്കാനായിട്ട് ആരംഭിച്ചു. വചനത്തോട് കൂടി ചേർന്നു. വചനം മുറുകെ പിടിച്ചപ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ റോസ്മി പ്രഗ്നൻ്റ് ആണെന്ന് അറിയണത്, ഒരു മരുന്നും കഴിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ പരിപാലനയിൽ ആദ്യത്തെ മകൻ ജനിച്ചു. അപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഇങ്ങനൊരു ഇതുണ്ടല്ലേ. നമ്മൾ ദൈവത്തിലേക്ക് കൂടുതൽ എടുത്തപ്പോൾ ഒരു മരുന്നും ഉപയോഗിക്കാണ്ട് ആദ്യത്തെ ഒരു മകൻ തന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒന്നുകൂടി തീഷ്ണതയോട് കൂടിയിട്ട്, അത് പ്രാർത്ഥനയായാലത് പരിശുദ്ധ കുർബാനയായാലത് ഒന്നുകൂടി തീഷ്ണതയോട് കൂടിയപ്പോൾ നമുക്ക് ഓരോ കാലഘട്ടത്തിലും 2 വർഷം കൂടുമ്പോൾ ഓരോ മക്കളെ കർത്താവ് തന്നു. ഇപ്പോൾ മൊത്തത്തിൽ 3 മക്കളുണ്ട്. അപ്പോൾ എല്ലാം ദൈവ പരിപാലനയാണെന്ന് പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ജെയിംസ് ചേട്ടാ, നമുക്ക് ഈ നവീകരണത്തിൽ വന്നതിന് ശേഷം ജീവിതത്തിൽ വ്യക്തിപരമായിട്ടും ബിസിനസ് രംഗത്തും എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്? നവീകരണത്തിൽ വന്നപ്പോൾ മാറ്റങ്ങളെ സംഭവിച്ചിട്ടുള്ളൂ. പരിപൂർണമായിട്ട് മാറ്റങ്ങളാണ് സംഭവിച്ചത്. പരിശുദ്ധ കുർബാനയെ വളരെ ശക്തമായിട്ട് സ്നേഹിക്കാൻ സാധിച്ചു. ഒരു ദിവസം പോലും കുർബാന മുടക്കാറില്ല. അതിപ്പോൾ കോവിഡ് കാലഘട്ടമായാലും അവിടെ എവിടെയെങ്കിലുമൊക്കെ അലഞ്ഞു തിരിഞ്ഞ് കുർബാനയ്ക്ക് എങ്ങനെയെങ്കിലും എത്തും. ഏതെങ്കിലുമൊക്കെ അച്ഛന്മാരോട് പറഞ്ഞ് അങ്ങോട്ട് ഇത്ര വലിയ ഇതുണ്ടായിട്ട് പോലും എല്ലാ ദിവസവും എനിക്ക് പരിശുദ്ധ കുർബാന കിട്ടിയിട്ടുണ്ട്. അതിനുള്ള സാഹചര്യം ദൈവം ഒരുക്കി തന്നിട്ടുണ്ട്. ആ ബലിയിൽ നമ്മൾ എന്നും പങ്കെടുക്കുക എന്നുള്ളൊരു ഇതാണ്. അതിപ്പോൾ എത്രയായാലും ചിലപ്പോൾ 1 എണ്ണാവില്ല, ചിലപ്പോൾ 2 എണ്ണാവില്ല. അങ്ങനെ ബലികളിൽ പങ്കെടുക്കാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഈ നവീകരണത്തിൽ വന്നപ്പോഴാണ് എനിക്ക് ഒരു സ്ഥലത്ത് ഇരുന്ന് കൂടുതൽ നേരം പ്രാർത്ഥിക്കാനുള്ള ഒരിത്. ദൈവമായിട്ട് നമുക്കൊരു അഭിമുഖം നടത്തണം ഡെയിലി, എല്ലാ ദിവസവും കാലത്ത് എന്നും സംസാരിക്കണം. അങ്ങനത്തെ ഒരു രീതി വന്നു. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും 1.5 മണിക്കൂർ നേരം ഏതെങ്കിലും ഒരു ദീപികാരൻ്റെ സന്നിധിയിൽ കാലത്ത്, അതായത് നമ്മുടെ ജോലിക്ക് പോകണമെന്നാലും മുന്നേ, അല്ലെങ്കിൽ എനിക്കൊരു സ്ഥാപനത്തിലേക്ക് പോകണമെങ്കിൽ മുന്നേ തന്നെ നമ്മളവിടെ ചെന്നിരുന്നിട്ടാണ് പോവാറ്. സംസാരിക്കുക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും എന്തൊക്കെയാണ്, അപ്പോൾ എൻ്റെ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ എനിക്കുണ്ടാകുന്ന എൻ്റെ വിജയമായാലും തോൽവിയായാലും എല്ലാതും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചിട്ട് അത് എത്രത്തോണ്ട് അത് ശരിയാണെന്നല്ല, മറ്റുള്ളവർ പുറമെ നോക്കുമ്പോൾ ഒരു പക്ഷേ അത് എന്താണിത് കാലത്തേറ്റിട്ട് ഇവിടെ വന്നിരിക്കുന്നതെന്ന് വിചാരിക്കും. പക്ഷെ എനിക്ക് വേറെ ഒന്നുമില്ല, എനിക്ക് എല്ലാതും എൻ്റെ സന്തോഷകരമായിട്ട് നടക്കുന്നുണ്ട്. കണ്ട് സംസാരിച്ച് എന്നോ അവിടെ ഇരുന്നിട്ട് നമ്മളൊരു 1.5 മണിക്കൂറോളം എന്നും ഇരിക്കാറുണ്ട്. എനിക്ക് ഈ പ്രാർത്ഥന ജീവിതത്തിൽ വന്നപ്പോഴാണ് വിജയങ്ങൾ വന്നു തുടങ്ങിയത്. അതായത് ഞാൻ നേരത്തെ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഒരു ജീവിതത്തിലൊരു പുനർക്രമീകരണം നടത്തി. അപ്പോൾ നമ്മുടേതായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി പ്രാർത്ഥനയിലേക്ക് കൂടുതൽ ശക്തിപ്പെട്ടപ്പോഴാണ് നമുക്ക് ഓരോ വിജയങ്ങൾ ഓരോ തരത്തിലുള്ളത്, അത് ബിസിനസ് സംബന്ധമായിട്ടായാലും പ്രാർത്ഥന ജീവിതത്തിലായാലും ഒക്കെ വളരെ വിജയങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത്രയ്ക്കും നമ്മൾ ദൈവത്തിനോട് കൂടുതൽ അടുക്കുമ്പോൾ ദൈവം നമ്മളെ കൂടുതൽ ചേർത്ത് നിർത്തുന്ന ഒരു ഇത്. അതായത് എന്ത് കേസിലായാലും, ഇപ്പോൾ എന്ത് ബിസിനസ് ചെയ്യുകയാണെങ്കിലും, ഞാൻ 2-3 ബിസിനസ് ചെയ്യുന്നുണ്ട്, ഒക്കെ ഈ നവീകരണത്തിൽ വന്നപ്പോഴാണ്. നവീകരണം വന്നതിന് ശേഷമാണ്. ഇപ്പോൾ ഓൾറെഡി എനിക്ക് ജ്വല്ലറി ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ഈറോഡായിരുന്നു, ഈറോഡ് ജ്വല്ലറി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ
തൃശ്ശൂർ തന്നെ ഒരു കിഴക്കേക്കോട്ട ജംഗ്ഷനിൽ തന്നെ ഒരു സാമാന്യം ഭേദപ്പെട്ടൊരു ജ്വല്ലറി, നല്ല രീതിയിൽ പോകുന്ന ഒരു ജ്വല്ലറി തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ അവിടെ 1-2 ബിൽഡിങ്ങുകൾ, നമ്മൾ കമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളുണ്ട്. ഇതൊക്കെ ദൈവത്തിൻ്റെ കൂടെ ഇരുന്നിട്ട് ഓരോ മണിക്കൂറും ഇരുന്ന് നമ്മളായിട്ട് നിരന്തരമായിട്ട് നമ്മുടെ ആവശ്യങ്ങൾ, അതിൽ ഒരു പക്ഷേ എനിക്ക് കുറവുകളുണ്ടാവാം, തെറ്റുകൾ പറ്റാം, അതൊക്കെ ദൈവത്തിൻ്റെ മുന്നിലേറ്റ് പറഞ്ഞ് നല്ല രീതിയിൽ 2 പേരും ദൈവത്തിൻ്റെ പാർട്ട്ണർമാരാക്കിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അനുദിന ജീവിതത്തിൽ ബലികളിൽ ഫാമിലി ആയിട്ടാണോ, എങ്ങനെയാണ്? അതെ, ഞങ്ങൾ ഇപ്പോൾ ഒരു ഏഞ്ചലുണ്ടായപ്പനെ എല്ലാ ദിവസവും ഞങ്ങളിപ്പോൾ അവനായിട്ടുള്ളപ്പോൾ അവൻ ചെറുപ്പത്തിലെ തന്നെ ഞങ്ങളെ 3 പേരും, ആദ്യം 3 ഇപ്പോൾ അത് 5 പേരായി. ഈ 5 പേരും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും. അത് ഞങ്ങളുടെ ഇടവ പള്ളിയിൽ 6 മണിക്ക് കുർബാനയുണ്ട്. അപ്പോൾ അത് പോകാൻ സാധിക്കാത്ത ദിവസങ്ങളിൽ ഈവനിങ് ആയാലും ഏതെങ്കിലും പള്ളികളിൽ പോയിട്ട് കുടുംബം അടക്കമാണ് ബലിക്ക് പോകണം. അപ്പോൾ നമ്മൾ കർത്താവ് നമ്മളെ നോക്കുമ്പോൾ നമ്മൾ ആ സ്ഥലത്തുണ്ടാവണം. എനിക്കതൊരു വലിയൊരു അസ്വസ്ഥതയാണ്. ആ കുർബാനയുടെ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒന്നിരുന്നില്ലെങ്കിൽ അയ്യോ നമ്മളവിടെ പോയില്ലെങ്കിൽ ഒരു മനസ്സിനൊരു സുഖമില്ലേ, സന്തോഷമില്ലേ, ഒരു അസ്വസ്ഥതയാണത്. അതുപോലെ ഇപ്പോൾ കുടുംബ പ്രാർത്ഥനയിൽ ഒരു പക്ഷേ ഞങ്ങൾക്ക് ഒരുമിച്ച്, ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാനൊരു ബിസിനസ്സുകാരനാണ്. അപ്പോൾ ഒരുമിച്ച് ചിലപ്പോൾ കുടുംബ പ്രാർത്ഥനയെല്ലാം ഒരു സമയത്ത് വരാൻ പറ്റിയെന്ന് വരില്ലേ. എന്നിരുന്നാലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അറ്റ്ലീസ്റ്റ് ഒരു കൊന്തെങ്കിലും ഒരുമിച്ച് ഇരുന്നിട്ട്, അത് എൻ്റെ ബെഡ്റൂമിലായാലും ഞങ്ങൾ ഒരുമിച്ച് ചുറ്റുവട്ടത്ത് ഒരുമിച്ച് ഇരുന്നിട്ട് ഒരു ജപമാല ചൊല്ലിയിട്ട് എല്ലാവരും അതാത് സ്ഥലത്ത് കിടക്കാൻ പോകുന്നു. നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ ഒരു തെറ്റായ ധാരണയുണ്ട്. ഭൗതിക നിലവാരം കൂടി വന്നാൽ ആ ആൾക്ക് ആധ്യാത്മികമായി ഉയരാൻ കഴിയില്ല എന്ന്. അത് തെറ്റാണെന്ന് തെളിയിച്ച ഒരു വ്യക്തിയാണ് മിസ്റ്റർ ജെയിംസ് മാളിയേക്കൽ. അത് വാസ്തവത്തിൽ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. ഒരേ സമയം ഭൗതിക തലത്തിലും ആധ്യാത്മിക തലത്തിലും ഒരുപോലെ ഉയർന്നു നിൽക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചു. രണ്ടാമത് അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് വേറൊരു ഭാഗ്യമാണ്. പലരും നവീകരണത്തിലേക്കൊക്കെ വരുന്നുണ്ട്, പക്ഷെ പലപ്പോഴും ഒരു കുടുംബം ഒരുമിച്ച് നവീകരണത്തിലേക്ക് വരുന്നത് വളരെ റയറാണ്. അതൊരു വലിയ ഭാഗ്യവുമാണ്. ഇദ്ദേഹത്തിൻ്റെ കുടുംബം ഒന്നടക്കം നവീകരണത്തിലേക്ക്, ആധ്യാത്മികതയിലേക്ക് വന്ന ഒരു കുടുംബമാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മുതൽ എനിക്ക് ആ കുടുംബത്തെ അറിയാം. ഒരുപാട് നന്മ ചെയ്യുന്നുണ്ട് എന്നെനിക്കറിയാം. പക്ഷേ അധികം ആൾക്കാരൊന്നും അറിയാതെ, വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതെ, ഇടത് കൈ ചെയ്യുന്നത് വലത് കൈയും അറിയാതെ ധാരാളം നന്മ പ്രവർത്തികൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുകൂടി എനിക്കറിയാം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവവിശ്വാസം എത്രത്തോളം നമ്മെ സഹായിച്ചിട്ടുണ്ട്? പ്രതിസന്ധി ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവം സഹായിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അനുഭവത്തിലൂടെ ഞാനത് വ്യക്തമാക്കി തരാം. എൻ്റെ ജീവിതത്തിൽ നിങ്ങളോട് പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങളില്ലാതെ ഒരുപാട് കാലങ്ങൾ കാത്തിരുന്നിട്ടാണ് മക്കളുണ്ടായത്. അത് കഴിഞ്ഞപ്പോൾ 3ാമത്തെ മകള് ഇവിടെ വീടിൻ്റെ റിനോവേഷൻ്റെ സമയത്ത് മുകളിൽ നിന്ന് ഒരു 1ാമത്തെ നിലയിൽ നിന്ന് താഴത്തേക്ക് വീണു. ഞാൻ ആ സമയത്ത് പരിശുദ്ധ കുർബാനയിലായിരുന്നു. കുർബാന കഴിഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചപ്പോൾ റോസ്മി പറഞ്ഞു അങ്ങനെ മോള് വീണു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു സാധാരണ കുഞ്ഞുങ്ങൾ വീണ പോലെ താഴത്ത് വീണമെന്ന് വിചാരിച്ചേ. അല്ല, മോളിൽ നിന്നാന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ ഇവിടെ എത്തി. അതിന് മുന്നേ ചേട്ടൻ മോളെ ഇവിടുത്തെ അടുത്തുള്ളൊരു ഡോക്ടർ ഇരിക്കുന്നുണ്ട്, ആളുടെ അടുത്ത് കൊണ്ടുപോയി ആളെ പരിശോധിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല. ഡോക്ടർ പറഞ്ഞാൽ ചെറുതായിട്ട് ഒരു പെയിൻ്റെ ഒരു ടാബ്ലറ്റ് കൊടുത്ത് വീട്ടിലേക്ക് വിട്ടു. ഞാനിവിടെ വന്ന് കയറുമ്പോൾ കുട്ടി ബെഡിൽ നിന്ന് എനിക്കില്ല, ഒരു സൈഡ് ചെരിഞ്ഞിട്ട് കിടക്കണം ഞാൻ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തായ ഡോക്ടറെ വിളിച്ചു. അന്നാണെങ്കിൽ ഈ ഓണത്തിൻ്റെ തലേ ദിവസമായിരുന്നു. മൊത്തത്തിലറിയാലോ, ഈ ഉത്രാട ദിവസമൊക്കെ ഒരു പ്രത്യേകതയാണ്. ഇത് കേട്ടപ്പോൾ നമ്മൾ പെട്ടെന്നൊരു ഈ ഫ്രണ്ട് ഡോക്ടർ പറഞ്ഞു എന്തിനായാലും നിങ്ങൾ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, എന്തായാലും ഒന്ന് വീണതല്ലേ, ഒന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. നമ്മളവിടെ ചെന്ന് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നൊന്ന് അവർ മറ്റുള്ള ഇതൊക്കെ നോക്കിയപ്പോൾ അവരൊന്ന് സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു.
സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ആ സമയത്ത് എൻ്റെ ഈ 2 സുഹൃത്തുക്കൾ വന്നു. ഒരു ഡോക്ടർ ജസ്റ്റിൻ, പിന്നെ ഒരു നിജി ജസ്റ്റിൻ. അപ്പോൾ അവർ 2 പേര് ആ സമയത്ത് അവിടെ സഹായത്തിന് വന്നു. അപ്പോൾ അവർ ആ ഡോക്ടറെ വിളിച്ചു, എന്നെ വിളിപ്പിച്ചപ്പോൾ എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, മോളുടെ സ്ഥിതി ഇപ്പോൾ വീഴ്ചയിൽ ഇടതുവശത്തുള്ള കിഡ്നി കുറച്ച് തകർന്നിട്ടുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് കുറച്ച് ഇന്നറിലും ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് അറിഞ്ഞപ്പോൾ ആ ഡോക്ടർ തന്നെ അവർ സജസ്റ്റ് ചെയ്തു, ഇപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, നിങ്ങൾ അമൃതയിൽ കുട്ടികളുടെ ഒരു ഇതുണ്ട്, അപ്പോൾ അത് കിഡ്നി സംബന്ധമായിട്ടൊരു യൂണിറ്റ് ഉണ്ട് അവിടെ, അവിടേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ പോകുന്നു. അപ്പോൾ ഓൾറെഡി അപ്പോൾ ദൈവത്തിനെ കൂട്ടുപിടിച്ചു ഇട്ട് ഞാൻ എൻ്റെ മനസ്സിൽ പറയാം, ദൈവമേ നീ എന്നെ അങ്ങനെ പരീക്ഷിക്കുകയാണോ, ഇത് ഇത്ര വർഷം കുഞ്ഞുങ്ങളില്ലാതെ കുഞ്ഞുങ്ങളെ തന്നിട്ട് ഇങ്ങനൊരു പ്രതിസന്ധിയിൽ എന്നെ കൈവടിയരുതെന്ന് പറഞ്ഞ ഉള്ളിൽ അപ്പോൾ തൊട്ട് തന്നെ കരഞ്ഞ് പ്രാർത്ഥിച്ചു തുടങ്ങി. മുഖത്ത് കാണിക്കുന്നില്ലെങ്കിലും ഉള്ളിൽ കിടന്ന് തേങ്ങണ്, എന്താണ് നാളത്തെ ഒരു പ്രഭാതം എന്ന് ഓർക്കാൻ തന്നെ പറ്റണില്ലേ. അപ്പോൾ അമൃതയിലേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ ഒരു ആംബുലൻസ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്, അതൊക്കെ ഒരു നമ്മുടെ ഒരു നെടുവീർപ്പ് കണ്ട പോലെയാണ്. അപ്പം തന്നെ ക്രമപ്പെടുത്താണ്, അതായത് അപ്പം തന്നെ ഒരു ആംബുലൻസ് വരുന്നു. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സൈറൺ മുറുക്കിയിട്ട് പോകുന്ന ഒരു ആംബുലൻസിൽ. നമ്മൾ പുറത്ത് നിന്ന് കാണുമ്പോൾ അതിലിരിക്കുന്ന ഓരോ അസ്വസ്ഥത നമ്മൾ മനസ്സിലാക്കണില്ലേ. സാധാരണ റോട്ടിൽ കൂടെ ഒരു ആംബുലൻസ് പോകുമ്പോൾ നമ്മളത് സാധാരണ ഒരു ആംബുലൻസ് എന്നുള്ള രീതിയിലാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിലിരിക്കുന്നവർ എത്രയോ വേദനയുണ്ടെന്ന്, വേദനയോടുകൂടി ഇരിക്കുന്നതെന്നുള്ളത് എനിക്കതൊരു ബോധ്യപ്പെടുത്തി തരുമായിരുന്നു. ഞാൻ അതിൻ്റെ ഉള്ളിലിരുന്നു. എൻ്റെ ഒരു ദൈവാനുഗ്രഹത്തിന് ദൈവം ക്രമപ്പെടുത്തുന്നതിനനുസരിച്ച് ഈ 2 ഡോക്ടർമാരും സുഹൃത്തുക്കളായ 2 പേര് അവർ കൂടെ നിന്ന് അവർ 2 പേരും ആംബുലൻസിൽ കയറി. അപ്പോൾ മോളെ സംബന്ധിച്ച് അവൾ BP കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. BP കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ആകെ ഒരു 40 മിനിറ്റ് കൊണ്ട് അമൃതയിൽ പോയി. അപ്പോൾ ഞാൻ പരിശുദ്ധാത്മാവേ വന്ന് നിറയണമേ, എൻ്റെ മോളെ കൈവടിയരുത്, എൻ്റെ മോളെ കൂടി ഉണ്ടാവണം എന്നുള്ളത് ആ പ്രാർത്ഥനയാണ്. പിന്നെ അതൊരു വചനം ഓർമ്മ വന്നു. ഞാൻ നേരത്തെ പറഞ്ഞ വചനം തന്നെ, മരുന്നല്ല ലേപന ഔഷധമല്ല, കർത്താവേ അങ്ങയുടെ വചനമാണ് എല്ലാവരും സുഖപ്പെടുത്തുന്നുള്ള വചനം മുറുകെ പിടിച്ചുകൊണ്ട് ആംബുലൻസിലെ മുഖത്ത് നോക്കിയിട്ട് റോസ്മി അപ്പുറത്ത് നേരിട്ട് നിൽക്കണേ, എന്നെ വായിച്ചതുകൊണ്ടിരിക്കും. ഞാൻ തളർന്നു കഴിഞ്ഞാൽ പിന്നെ അവൾ അതിനേക്കാൾ വലിയ തളർന്നു. എന്നിരുന്നാലും മനസ്സിൽ ദുഃഖഭാരമാണ്, എന്താണ് നാളത്തെ പ്രഭാതം, അത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. യാതൊരു വക തടസ്സം കൂടാതെ അവിടെ ചെന്ന് അപ്പോൾ തന്നെ ഡോക്ടേഴ്സ് വന്നു. അവർ ഹെഡ് എത്തിയിട്ടില്ല, അവർ വന്നപ്പോഴേക്കും ഹെഡ് വന്ന് വിളിച്ചു വരുത്തി. അവർ എല്ലാവിധ വീണു എന്ന് പറഞ്ഞപ്പോൾ ഓൾറെഡി തലയ്ക്ക് ആദ്യം സ്കാൻ ചെയ്തു, തലയിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും വയറ് സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു അത് കിഡ്നിക്ക് ഇതാണ്, ഇപ്പം തന്നെ സർജറി വേണമെന്ന് പറഞ്ഞു. സർജറി വേണമെന്ന് ഇവിടുന്ന് സർജറി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഇൻ്റർണൽ ബ്ലീഡിങ് ഉണ്ട്, എന്നിരുന്നാലും ഞാൻ നാളെ കാലത്ത് വരെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നിങ്ങൾക്ക് മനസ്സിലായിക്കൂടെ, ഈ ചെറിയ കുട്ടിയുടെ ഒരു സർജറി കിഡ്നി എടുത്ത് കളയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മൾ പിന്നെ വേറെ ഇപ്പോൾ ഒരാളുണ്ടെങ്കിൽ നമുക്ക് ആകെ ഒരു എന്താ പറയുക, ഒരു ആശ്രയബോധം ദൈവത്തിൽ മാത്രമാണ്. പൈസയ്ക്ക് അവിടെ ഞാൻ ഒരു വിലയും കണ്ടില്ല. ദൈവമേ നീ എന്നെ കൈവടിയായിരുന്നുള്ള അന്നാണ് ഈ കരുണേര ജപമാലയ്ക്ക് ഇത്രയ്ക്കും ശക്തി ഉണ്ടെന്നുള്ളത് മനസ്സിലാവണം. അപ്പോൾ 1 മണിക്കൂർ ഞങ്ങൾക്ക് ഉള്ളിൽ കയറാനും കരഞ്ഞ് കൈമ പിടിച്ചിട്ട് നേരം വെളുക്കണ വരെ. എന്നുവെച്ചാൽ ഡോക്ടർ മെയിൻ ഹെഡ് പറഞ്ഞത് സർജറി കഴിക്കണമെന്നാണ്. കരഞ്ഞ് കൈമ പിടിച്ചിട്ട് കരുണേര ജപമാലയും മാതാവിനോട് എല്ലാവരോടും മാധ്യസ്ഥ പഴിച്ചിട്ട് ആ ICUവിൽ ഉറങ്ങാണ്ട് കണ്ണ് തുറന്ന് പിടിച്ചിട്ട് ഞങ്ങൾ ഓരോ മണിക്കൂറും മാറി ഇരുന്ന് പ്രാർത്ഥനയായിരുന്നു എൻ്റെ ഉള്ളിലിരുന്നിട്ട്. അപ്പോൾ ഏകദേശം അത് നേരം വെളുക്കണ വരെ ഇരുന്നു. ഡോക്ടർ വന്നപ്പോൾ അതിനിടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഈ പുറത്ത് വരുന്ന 1 മണിക്കൂറുണ്ടല്ലോ, അതിലിപ്പോൾ നമ്മൾക്ക് പരിചയമുള്ള ഒരു 2-3 കോൺഗ്രിഗേഷൻ സിസ്റ്റേഴ്സ് ഉണ്ട്. അവരോട് ഈ വിവരം പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവരൊക്കെ കുർബാനയ്ക്ക് വെച്ചിട്ട് എഴുന്നള്ളിച്ച് വെച്ചിട്ട് അവർ ദിവ്യാരനെ ഇതിലൊരു 1/2 മണിക്കൂർ വീതം നമ്മുടെ ഈ മോളിൽ സമർപ്പിച്ചു. അതൊക്കെ ദൈവം എനിക്ക് തന്നിട്ടുള്ളൊരു വലിയൊരു അനുഗ്രഹമാണ്, ഒരു കൃപയാണെന്നുള്ളത് മനസ്സിലായി. ഞാൻ വിളിച്ച് പറയുമ്പോഴേക്കും അവരതൊക്കെ ചെയ്തു. അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ട് ദൈവത്തിൻ്റെ കാരുണ്യം ഞാൻ ശരിക്കും കണ്ടു. പിറ്റേ ദിവസം നേരം വെളുത്ത് ഡോക്ടർ വന്ന് വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ എന്നെ വണ്ടടിച്ച് പോയി. അവർ സർജറിക്ക് എല്ലാതും അറേഞ്ച് ചെയ്തേക്കാണ്. എന്താ വെച്ചാൽ ഇത് എടുത്ത് കളഞ്ഞാൽ പറ്റൂ, വേറെ ഒന്നുമില്ല. അതെന്ന് വെച്ചാൽ അതുപോലെയാണ് ഇത് വന്നിടിച്ചത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതെന്തൊരു അത്ഭുതം നടന്നുണ്ട്, ഒരു പാട വന്ന് മൂടിയേക്കണം. ആ ബ്ലീഡിങ് ഒരു നിർത്തിയ ഒരു പാട വന്നിട്ട് മൂടി. കർത്താവിൻ്റെ കരം വന്ന് പറഞ്ഞൊരു പ്രകാശം കണ്ട്, ഈ കരുണേര ജപമാലയ്ക്ക് നമ്മൾ ആ രൂപത്തിൽ കാണുന്ന പോലെയുള്ള പ്രകാശം വന്ന് അടഞ്ഞിട്ട് ആ പാട വന്ന് മൂടി. ആ പാട വന്ന് നമ്മൾ മൂടുമ്പോൾ നമുക്ക് മനസ്സിലായി ഓൾറെഡി ഇനിയിപ്പോൾ എന്നെ വിടില്ലേ. അപ്പോൾ നമുക്കൊരു ഒന്നുകൂടിയും ഇപ്പോൾ ഈ അമൃത ഹോസ്പിറ്റലായാലും അവരൊരു ചെറിയൊരു പള്ളിയുണ്ട്.
അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പം ഞാൻ സർജറി കുറച്ച് വെയിറ്റ് ചെയ്യിക്കണം. അപ്പോൾ അത് നമുക്കിപ്പം ബ്ലീഡിങ് നിന്നല്ലോ, നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഇത് ചെയ്യാം. അതായത് ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ അതെടുത്ത് കളയേണ്ടതല്ലേ, നമുക്കൊന്നുകൂടിയും കുറച്ച് ഞാൻ 2 ദിവസം കൂടി വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ എനിക്ക് ഒന്നുകൂടിയും ദൈവത്തിൽ പരിപൂർണമായിട്ട് ആശ്രയിക്കുക എന്നുള്ള ഇത് വന്നു. മറ്റൊരു മാനുഷിക ബുദ്ധിയിൽ നമുക്ക് ആശ്രയിക്കലായിരുന്നു. അപ്പോൾ ഒരു മാനുഷിക ബുദ്ധിയിൽ ആശ്രയിക്കുമ്പോൾ അതിനൊന്നും കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കി. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 27 ദിവസത്തോളം അമൃത ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വന്നു. ദശാംശം കൊടുക്കുന്ന ശീലം അതിന് എന്താണ് പ്രചോദനമായിരുന്നത്? ദശാംശം കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റുകളാണ് ജെയിംസ് ചേട്ടന് പേഴ്സണൽ ജീവിതത്തിലും ബിസിനസ്സിലൊക്കെ ഉണ്ടായിട്ടുള്ളത്? ദശാംശം കൊടുക്കുക എന്ന് പറഞ്ഞൊരു വലിയൊരു ബിസിനസ്സാണ്. എൻ്റെ ജീവിതത്തിൽ അത് മനസ്സിലാക്കി. ഞാൻ ആദ്യം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞല്ലോ, നവീകരണാനുഭവത്തിലേക്ക് വന്നിട്ട് ഏകദേശം ഒരു 10-18 കൊല്ലമാണെങ്കിലും ആദ്യത്തെ ഒരു 5-8 കൊല്ലമൊന്നും ഇങ്ങനത്തെ ഇതിലൊന്നും അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബൈബിൾ കൂടുതൽ പഠിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ഓരോ അനുഭവങ്ങൾ നമ്മളെ കാണിച്ചു തന്നു, എന്താണ് ദശാംശത്തിൻ്റെ ഗുണം എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ സമയത്തിൻ്റെ ആയാലും ദശാംശം കൊടുക്കാനുള്ളൊരു ഇത് വന്നു. അപ്പോൾ നമുക്ക് വേറെ എല്ലാ കാര്യങ്ങളും വളരെ ഫ്രീ ആയിട്ട് നടക്കണം. ഇതിനേക്കാളൊക്കെ ഉപരി പൈസയുടെ കാര്യം, നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ 10-1 കൊടുക്കാമെന്ന് പറയുമ്പോൾ, ഞാനത് നല്ലൊരു ബിസിനസ്സാണെന്ന് തുടക്കത്തിൽ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല. വേറെ ഏത് ബിസിനസ്സിലാണ് ഒരു 10-1 കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു 10 മടങ്ങ് തിരിച്ച് കിട്ടുക? അതൊരു വലിയൊരു സംഭവമാണെന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ പരമാവധി എല്ലാ കാര്യത്തിലും അപ്പോൾ നമ്മൾ ദൈവവുമായിട്ടുള്ളൊരു കടപ്പാട് വെച്ചിട്ട് നോക്കുമ്പോൾ നമ്മൾ കൊടുക്കാനുള്ള കാര്യങ്ങളിലെല്ലാത്തിനും ഒരു ദശാംശം കണക്കാക്കണം. നമുക്ക് എന്ത് കിട്ടിയാലും അതൊരു 10-1 കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു 10 മടങ്ങ് വേറെ കിട്ടുകയാണ് ചെയ്യണം. അപ്പോൾ എന്തുതന്നെയായാലും നല്ലൊരു ബിസിനസ്സാണ്. വേറെ എന്ത് ബിസിനസ് ആയാലും ഇങ്ങനെ ഒരു പ്രോഫിറ്റ് കിട്ടില്ല. എന്നുവെച്ചാൽ നമ്മൾ 10-1 കൊടുക്കണം, അതിൻ്റെ ഒരു 10 മടങ്ങ് കൂടി നമുക്ക് കിട്ടുകയാണ് ചെയ്യണം. ഈ ദശാംശം കൊടുത്തു തുടങ്ങിയപ്പോഴാണ് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക, അവരുടെ ദുഃഖങ്ങൾ എന്താണെന്നുള്ളതും അവരുടെ സന്തോഷം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പല ഓർഫനേജുകളിലും കൊടുക്കുമ്പോൾ അവരുടെ സന്തോഷം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടണതിൻ്റെ നമ്മളൊരു 10% അവിടെ കൊടുക്കുമ്പോൾ അപ്പോൾ അവർക്ക് അത് കിട്ടുമ്പോൾ അവർക്ക് വലിയൊരു സംഭവമാണ് അത്. അപ്പോൾ അതിനിരട്ടി നമുക്ക് അപ്പുറത്ത് വേറെയുള്ള എന്തെങ്കിലും തരത്തിൽ അത് തിരിച്ച് കർത്താവ് തന്നെ തിരിച്ചു തരുന്നുണ്ട്. തൃശ്ശൂർ പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാരം നടത്തുന്ന ജെയിംസ് മാളിയേക്കലിനെ കുറച്ച് വർഷങ്ങളായി എനിക്കറിയാം. അദ്ദേഹം കർത്താവിനോട് ചേർന്ന് നിന്ന് സുവിശേഷ മൂല്യങ്ങൾക്കനുസരിച്ച് വ്യാപാരം നടത്തുന്ന ആളാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ 2-3 കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, തൃശ്ശൂർ ലൂർദ് പള്ളിയിലെ നിത്യാരാധന ചാപ്പലിൽ മണിക്കൂറുകൾ ചെലവഴിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. കർത്താവിനോടൊപ്പം സമയം ചെലവഴിച്ചിട്ടാണ് അദ്ദേഹം കടയിലേക്ക് പോകുന്നതും വ്യാപാരം നടത്തുന്നതും. രണ്ടാമതായി, കച്ചവടത്തിൽ ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ, മറ്റുള്ളവർ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമ്പോൾ ക്ഷമാപൂർവം അവരോട് ക്ഷമിച്ച് സുവിശേഷ മൂല്യങ്ങൾക്കനുസരിച്ച് അദ്ദേഹം അവരോട് പെരുമാറിയിട്ടുള്ളതും എനിക്ക് നേരിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ കുടുംബത്തോട് വളരെ അധികം സ്നേഹം പുലർത്തുന്ന ആളാണ്, മക്കളെ സ്നേഹിക്കുന്ന ആളാണ്. ഏറ്റവും അടുത്തായി അദ്ദേഹം ഒരു കുഞ്ഞിനെ കൂടി ലഭിക്കുവാനായി അവർ മുൻപ് ചെയ്തിട്ടുള്ള ആ ശസ്ത്രക്രിയയ്ക്ക് പകരമായി വീണ്ടും മറ്റൊരു ശസ്ത്രക്രിയ ചെയ്ത് ഒരു കുഞ്ഞിനും കൂടി ജന്മം നൽകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഈ ഏറ്റവും അടുത്ത നാളുകളിൽ അറിയാൻ ആഗ്രഹിച്ചു. ഇതെല്ലാം കർത്താവിനോട് ചേർന്ന് നിന്ന് സുവിശേഷ മൂല്യങ്ങളനുസരിച്ച് ശുശ്രൂഷ ചെയ്യുന്ന, വ്യാപാരം ചെയ്യുന്ന ഈ സഹോദരൻ്റെ ജീവിതത്തിലെ ചില ഭാഗങ്ങൾ മാത്രമാണ്. ഇതിനോടൊപ്പം തന്നെ ജെയിംസ് സഹോദരൻ ആദിലാബാദ് രൂപതയിലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെയും മറ്റ് പല സ്ഥലങ്ങളിലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെയും വളരെ കാര്യമായി സാമ്പത്തികമായും പ്രാർത്ഥന കൊണ്ടും സഹായിക്കാറുണ്ട്. കേരളത്തിലെ തന്നെ പല അൽമായ സഹോദരന്മാർക്കും ജെയിംസ് സഹോദരൻ സഹായം എത്തിച്ചു കൊടുത്തിട്ടുള്ളതായി എനിക്ക് അറിയുവാൻ സാധിച്ചിട്ടുണ്ട്. ജെയിംസ് സഹോദരന് എല്ലാ നന്മയും ദൈവാനുഗ്രഹം ആശംസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സർവശക്തനായ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ജെയിംസ് ചേട്ടാ, ഈ പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളാണല്ലോ ഇപ്പോൾ, പ്രത്യേകിച്ച് കോവിഡ്, ബിസിനസ്സിൽ എപ്പോഴും അപ്സ് ആൻഡ് ഡൗൺസ് എപ്പോഴും ഉള്ളതാണ്. ഈ ബിസിനസ് രംഗത്തുള്ള ആളുകൾക്കും പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളോടും വിശ്വാസ ജീവിതത്തിൽ അവർ മുറുകെ പിടിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
അല്ലെങ്കിൽ എന്താണ് അവർ, എന്തൊക്കെ മാറ്റങ്ങളാണ് അവരുടെ ജീവിതത്തിൽ അവർ വരുത്തേണ്ടത്? എന്താണ് ജെയിംസ് ചേട്ടൻ അവരെ കുറിച്ച് പറയാനുള്ളത്? ഞാൻ പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പരിശുദ്ധ കുർബാനെ കൂടുതൽ സ്നേഹിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ദീപികാരുണ്യ സന്നിധിയിൽ ഒരു 1.5 മണിക്കൂറൊക്കെ ഇരിക്കാറുണ്ടെന്ന്. അപ്പോൾ ദൈവത്തിനോട് നമ്മുടെ പ്രതിസന്ധികളും ആദ്യം തന്നെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഏത് സ്റ്റെപ്പ് എടുക്കണമെന്ന് നമുക്ക് മനസ്സിൽ തോന്നുന്ന പോലെ തരത്തിലാണ് ഞാൻ ചെയ്തു വരുന്ന ആ രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതായത് നിങ്ങൾക്കറിയാം, ഒരു ബിസിനസ്സുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം പ്രതിസന്ധികളുണ്ടാവും. ചിലപ്പോൾ ഓരോ ദിവസവും ഓരോ പ്രതിസന്ധികളാണ്. അതിനൊക്കെ തരണം ചെയ്യാനായിട്ട് നമുക്ക് പരിശുദ്ധ കുർബാനയിൽ നമ്മളത് പരിപൂർണമായിട്ട് സമർപ്പിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഈ 1.5 മണിക്കൂറാണ് ഒരു പേഴ്സണൽ പ്രയറിൽ നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ കുറവുകളും എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ചർച്ച ചെയ്തിട്ട് ആണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് നമ്മൾ ഒരാളോട് പറയുമ്പോൾ അതിനൊരു ഇത് കിട്ടണ പോലെയാണ്. എന്നെ സംബന്ധിച്ച് അത് നേടിയെടുത്തു. എനിക്കിപ്പോൾ 1 മണിക്കൂർ ഇരുന്ന് 1.5 മണിക്കൂർ ഇരുന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിമ്പിളായിട്ട് തോന്നണം, അല്ലെങ്കിൽ ഒരു മടുപ്പ് തോന്നാറില്ല. പിന്നെ ബൈബിൾ കൂടുതൽ വായിക്കാനൊക്കെ ആയിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ എപ്പോഴും യുവത്വത്തിലാണ് ദൈവത്തിനെ അന്വേഷിക്കണം എന്നുള്ളത് എനിക്കൊരു ബോധ്യം കിട്ടി. നമ്മൾ യുവത്വത്തിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ കൂടെ ഒരു ഇതുണ്ടാവും. നമ്മൾ സാധാരണ കുറച്ചുകൂടി പ്രായമായിട്ട് നോക്കണേക്കാളും നല്ലത് യുവത്വത്തിൽ തന്നെ ദൈവത്തിനെ അന്വേഷിച്ച് തുടങ്ങുക. ജെയിംസ് ചേട്ടാ, വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് ഇത്ര നേരം ജെയിംസ് ചേട്ടനായിട്ട് സംസാരിക്കാനും കുറേ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കാനൊക്കെ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ജെയിംസ് ചേട്ടനും കുടുംബത്തിനും പ്രത്യേകം ഞങ്ങൾ നന്ദി പറയണം. ജെയിംസ് ചേട്ടൻ്റെ പല അനുഭവങ്ങളും പല പ്രേക്ഷകർക്കും, പ്രത്യേകിച്ച് പുതുതായിട്ട് ബിസിനസ്സിൽ തുടങ്ങാൻ പോകുന്നവർ, ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ വലിയൊരു പ്രചോദനമാണ്. ഏറ്റവും കൂടുതൽ പറഞ്ഞത് കർത്താവുമായിട്ടുള്ള അനുദിനമായിട്ടുള്ള ആ ആത്മബന്ധം, അതാണ് ഏറ്റവും വലിയ ബേസ് എന്നുള്ളത്. അത് അനേകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ നേരത്തെ പറഞ്ഞു, ഒരു ചേട്ടൻ അനിയനുമായിട്ടുള്ള ഒരു പരിപാടിയിൽ അനിയൻ പോവാതിരിക്കുന്നു ചേട്ടൻ്റെ ബിസിനസ്സിൽ, അല്ലെ ഒരു വീട്ടിലെ ആവശ്യങ്ങൾക്ക്. അപ്പോൾ ഉണ്ടാകുന്ന ഒരു നൊമ്പരം, കർത്താവിനുണ്ടാകുന്ന ആ ഒരു ആത്മനൊമ്പരമാണത്. പല അനുദിനം ബലിയർപ്പിച്ച് കാത്തിരിക്കുന്ന ഒരു അപ്പൻ്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലാണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന, ആ ആത്മബന്ധം നമ്മൾ നിലനിർത്തി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച ഉണ്ടാകുമെന്നൊക്കെ ജെയിംസ് ചേട്ടനിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ സാധിച്ചു. അത് ശരിക്കും പറഞ്ഞാൽ പല ബിസിനസ്സുകാർക്കും അതൊരു പുതിയൊരു പാഠാണ്. തകർച്ചകളും പ്രശ്നങ്ങളും ഒക്കെ മുന്നോട്ട് നേരിട്ടിരിക്കുന്നവർക്ക് കർത്താവിൽ ആശ്രയിച്ചാൽ ഇനിയും വിജയത്തിനൊരു സാധ്യതയുണ്ട് എന്നുള്ള ഒരു വലിയൊരു മെസ്സേജ് ഇന്ന് കിട്ടി. അതിനെക്കുറിച്ചിട്ടൊക്കെ വളരെയധികം നന്ദി. ഇന്ന് ഈ പരിപാടിയിൽ ഷെക്കേന പ്രേക്ഷകരോടുകൂടി പങ്കെടുത്തതിനും എല്ലാത്തിനുമായി നന്ദി പറയുന്നു. ദൈവം ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് ജെയിംസ് ചേട്ടനെയും കുടുംബത്തെയും സ്ഥാപനത്തിനൊക്കെ ഉയർത്തട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. വളരെയധികം നന്ദി. താങ്ക് യു. ദൈവത്തിൻ്റെ വിജയകരമായ വലതുകരം പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന മറ്റൊരു വ്യക്തിയുടെ ജീവിതാനുഭവങ്ങളുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.